സിജു, അർജുന്റെ ബന്ധു മാധ്യമങ്ങളെ കാണുകയായിരുന്നു. എന്താണ് അദ്ദേഹം പറഞ്ഞത്? അർജുന്റെ ബന്ധുവല്ല നീലിമ, അത് മനാഫിന്റെ അനുജൻ മുനീഫാണ്. അത് അർജുന്റെ ബന്ധുവല്ല. ഏതായാലും ഈ ലോറിയിൽ ഉണ്ടായിരുന്ന തടി കണ്ടെത്തി എന്നുള്ളതിനുള്ള ഒരു സ്ഥിരീകരണമാണ് മനാഫിന്റെ അനുജൻ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഈ ലോറി കാണാതായ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് നിന്നും ഏതാണ്ട് 12 കിലോമീറ്റർ മാറി പുഴയിലാണ്, ഗംഗാവാലി പുഴയിലാണ് ഈ തടികൾ കണ്ടെത്തിയത്. 4 പീസാണ് തടികൾ കണ്ടെത്തിയിട്ടുള്ളത്. അത് ഇവരുടെ അർജുന്റെ ലോറിയിൽ ഉണ്ടായതാണ് എന്നുള്ള തരത്തിൽ മനാഫിന്റെ ഈ അനുജൻ പോയി നേരിട്ട് കണ്ട് അത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു സ്ഥിരീകരണമാണ് ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുൻപാകെ ഈ മുനീബ്, മനാഫിന്റെ സഹോദരൻ, അത്തരത്തിലുള്ള ഒരു സ്ഥിരീകരണമാണ് നടത്തിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതുവരെയും ഈ ഒരു തടി കണ്ടെത്താൻ കഴിയാത്തത് വളരെ ഏറെ, അതായത് ഈ അത് വലിയ ആശങ്കയ്ക്കാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സന്തോഷ്, ഈ തടി കണ്ടെത്താത്തത് വലിയ ആശങ്കയ്ക്ക് ഇടയാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ പുഴയിൽ വീണെങ്കിൽ ഈ തടി ഒഴുകിപ്പോകാനുള്ള സാധ്യതയില്ലേ? ഈ കെട്ടൊക്കെ അഴിഞ്ഞ് ഇത്ര ശക്തമായ കുത്തൊഴുക്ക് ആ പുഴയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കെട്ടഴിഞ്ഞ് ഈ തടി പുറത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതിൽ ഒന്നുപോലും കണ്ടെത്താതിരുന്നത് വലിയ ആശങ്ക ഉയർത്തിയിരുന്നു ദൗത്യം നടത്തുന്നവരെ സംബന്ധിച്ച്. അതിനൊരു ആശങ്ക, അതിനൊരു അറുതി വന്നിരിക്കുകയല്ലേ ഇപ്പോൾ? തീർച്ചയായും അതുതന്നെയാണ്. കാരണം ഈ അർജുന്റെ ലോറി പുഴയിൽ വീണിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ തുടക്കത്തിലുള്ള ദിവസങ്ങളിൽ വലിയ ആശങ്ക നിലനിന്നിരുന്നത്. ഇത് തടി കയറ്റി വന്ന ലോറിയാണ്. അത്തരത്തിൽ പുഴയിലേക്ക് ലോറി വീണിട്ടുണ്ടെങ്കിൽ തടി പുഴയിൽ നിന്നും ലഭിക്കേണ്ടതായിരുന്നു എന്നുള്ള ഒരു ആശങ്ക ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആണ് ആദ്യ ദിവസങ്ങളിൽ ഇത് കരയിൽ തന്നെയാണ് ലോറി ഉണ്ടാവുക എന്നുള്ള ഒരു നിഗമനത്തിൽ എത്തിയത്. ഏതായാലും ഇപ്പോൾ ഈ അർജുന്റെ ലോറി, ട്രക്ക് ഈ നദിയിൽ ഉണ്ട് എന്നുള്ളത് സ്ഥിരീകരിച്ചതിന് പിന്നാലെ തന്നെയാണ് തടിയും ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അർജുന്റെ ലോറിയിൽ ഉണ്ടായിരുന്ന 4 പീസ് തടിയാണ്, മരത്തടിയാണ് ഈ 12 കിലോമീറ്റർ താഴെ കണ്ടെത്തുകയും അത് ഈ മനാഫിന്റെ കൂടെ അനുജൻ ഉൾപ്പെടെ പോയി അത് ആ ലോറിയിൽ ഉണ്ടായിരുന്ന തടിയാണ് എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ഇപ്പോൾ ഈ ലോറി മണ്ണിനടിയിൽ ഗംഗാവാലി നദിയുടെ അടിത്തട്ടിൽ തന്നെയാണ് ഉള്ളത് എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട്, ഐബോർഡ് സംവിധാനം ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന ഇപ്പോഴും നദിയിൽ നടക്കുകയാണ്. 3 ഘട്ടങ്ങളിലായി ഈ ഡ്രോൺ പരിശോധന ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. ഇനി അതിൻ്റെ ചിത്രങ്ങളും മറ്റു കാര്യങ്ങളുമാണ് നമുക്ക് ലഭിക്കേണ്ടത്. ഈ ദൗത്യത്തിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ഘട്ടമാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. കാരണം അർജുന്റെ ലോറി ഇവിടെ ഈ വെള്ളത്തിനടിയിൽ ഗംഗാവാലിയുടെ നദിയിൽ ആഴങ്ങളിൽ ഉണ്ട് എന്നുള്ളത് ഇന്നലെ തന്നെ സ്ഥിരീകരിച്ചിരുന്നു. ഭാരത് ബെൻസ് ലോറി അവിടെ ഉണ്ട് എന്നുള്ള കാര്യം, അതിൻ്റെ കൃത്യമായിട്ടുള്ള ചിത്രങ്ങൾ എന്നാൽ ലഭിച്ചിരുന്നില്ല. ഏത് പൊസിഷനിലാണ് ആ ലോറി ഉള്ളത്, അതിൻ്റെ നിലവിലെ അവസ്ഥ എന്താണ്, ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ അതിലെ ക്യാബിൻ്റെ അവസ്ഥ എന്താണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അത്തരത്തിലുള്ള സംവിധാനങ്ങൾ അറിയാനുള്ള ഏറ്റവും വലിയ സാങ്കേതിക വിദ്യയാണ് ഡ്രോൺ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട്, ഐബോർഡ് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന പരിശോധന. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ആ പരിശോധന നടത്തുന്നത്. റിട്ടയർഡ് മേജർ ജനറൽ M. ഇന്ദ്രപാലിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ്. അദ്ദേഹവും സംഘവും നദിയുടെ ഉപരിതലത്തിൽ ഈ ഡ്രോൺ പറത്തി അതിൻ്റെ കൃത്യമായിട്ടുള്ള സിഗ്നലുകൾ നൽകി അതിൻ്റെ ചിത്രങ്ങൾ പകർത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ അതിൻ്റെ റിസൾട്ട് എന്താണ് എന്നുള്ളത് ഇതുവരെയും നമുക്ക് ലഭ്യമായിട്ടില്ല. അല്പസമയത്തിനകം തന്നെ അത് നമുക്ക് ലഭ്യമാകും എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഇടവേളകളിൽ ഈ തിരച്ചിലിന്റെ ദൗത്യത്തിന്റെ പുരോഗതി സംബന്ധിച്ച് മാധ്യമങ്ങൾക്ക് വിവരം ലഭിക്കുന്നുണ്ട്. ആ വിവരമാണ് ഇനി ഏറ്റവും നിർണായകമായി ലഭിക്കാനുള്ളത്. അതേസമയം തന്നെ മറ്റൊരു ഭാഗത്ത് നാവികസേനയുടെ പരിശോധന നദിയിൽ തുടരുകയാണ്. രണ്ട് തവണ അവിടെ ഈ നദിയിലേക്ക് ആഴത്തിൽ ഡൈവ് ചെയ്ത് പരിശോധന നടത്താനുള്ള ശ്രമം ഈ ഗംഗാവാലി നദിയിലെ കറണ്ട് ഒഴുക്ക്, അതിശക്തമായ ഒഴുക്ക് കാരണം സാധിച്ചിരുന്നില്ല. ഏതായാലും ആ ഒരു ദൗത്യത്തിലേക്കും ഈ നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ വൈകാതെ തന്നെ കടക്കും. നദിയിലെ ജലനിരപ്പും അതോടൊപ്പം തന്നെ ഒഴുക്കും അല്പം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. അതാണ് ഇടവേളകളിൽ നേവി അവിടെ പരിശോധന നടത്തുകയും ചെയ്യുന്നത്. ഇപ്പോൾ കാലാവസ്ഥ, മഴ മാറി നിൽക്കുന്നു എന്നുള്ളത് ആശ്വാസകരമായ ഒരു കാര്യമാണ്. രാവിലെ അതിശക്തമായ മഴയായിരുന്നു ഈ മേഖലയിൽ, ഗംഗാവാലി മേഖലയിൽ എല്ലാം തന്നെ ഉണ്ടായിരുന്നത്. കനത്ത കാറ്റും ഈ ദൗത്യത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ മഴ മാറി നിൽക്കുന്നു എന്നുള്ളത്
ഈ ഡ്രോൺ പരിശോധന ഉൾപ്പെടെ നടത്തുന്നതിൽ സഹായകരമാണ്. കാരണം മഴയുണ്ടെങ്കിൽ, കാറ്റും മഴയും ഉണ്ടെങ്കിൽ ഈ ഐബോർഡ് സംവിധാനം ഉപയോഗിച്ചുകൊണ്ടുള്ള ഡ്രോൺ പരിശോധന പോലും സാധ്യമാകില്ല. എന്നാൽ ഇപ്പോൾ അത്തരത്തിലുള്ള പരിശോധന സുഗമമായി നടക്കുന്നത് നല്ല തെളിഞ്ഞ കാലാവസ്ഥയുള്ളതാണ്. എന്നാലും എങ്കിൽ കൂടിയും ആശങ്ക നിലനിൽക്കുന്നുണ്ട് കാലാവസ്ഥയെ സംബന്ധിച്ച്. ഇന്നലെ 3 മണിയോടുകൂടിയായിരുന്നു മഴ ആരംഭിച്ചത്. ആ മഴ ഈ ദൗത്യം അവസാനിപ്പിക്കുന്നത് വരെയും 6:30 വരെയും തുടരുന്ന അവസ്ഥയാണ് ഇന്നലെ ഉണ്ടായത്. കൂടിയും കുറഞ്ഞും അതിശക്തമായ രീതിയിലുള്ള മഴയാണ് കൂടുതൽ സമയവും ഉണ്ടായത്. ദുർബലമായ മഴ പെയ്തത് വളരെ കുറഞ്ഞ സമയങ്ങളിൽ മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ദൗത്യം 6:30 വച്ച് നിർത്തേണ്ടുന്ന സാഹചര്യം ഉണ്ടായത്. അതിന് ഇടയിൽ തന്നെ പലതവണയും ഈ ദൗത്യം നിർത്തിവെക്കേണ്ട ഒരു അവസ്ഥയും ഉണ്ടായി. അതുകൊണ്ട് തന്നെ ആ ഒരു മഴയുടെ അന്തരീക്ഷം പൂർണ്ണമായും വിട്ടുമാറാത്തത് വലിയ ആശങ്കക്കിടയുണ്ടാക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് ശേഷം കനത്ത മഴയുണ്ടാകാനുള്ള സാഹചര്യം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് രാവിലെ പരമാവധി വേഗത്തിൽ ഈ ഡ്രോൺ പരിശോധന ഇന്ദ്രപാലിന്റെ നേതൃത്വത്തിൽ പൂർത്തിയാക്കാനുള്ള ശ്രമം നടത്തിയത്. 3 ഘട്ടങ്ങളിലായി ആ ഡ്രോൺ പരിശോധന നടന്നു കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇനി അതിൽ നിന്നുള്ള കൃത്യമായിട്ടുള്ള വ്യക്തതയുള്ള ചിത്രങ്ങളും മറ്റുമാണ് ലഭിക്കേണ്ടത്. ഈ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ എങ്ങനെയാണ് ഈ ട്രക്ക് നദിയിൽ കിടക്കുന്നത് എന്നുള്ളതെ സംബന്ധിച്ച് ഒരു വ്യക്തത ലഭിക്കും. അതിന്റെ ക്യാബിനെ സംബന്ധിച്ച് ഒരു വ്യക്തത ലഭിക്കും. അത് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് നാവികസേനയ്ക്ക്, മുങ്ങൽ വിദഗ്ധർക്ക് അതിനടുത്തേക്ക് എത്താൻ കഴിയും. എങ്കിലും പ്രതിസന്ധികൾ ഏറെയുണ്ട്. അവിടെ മണ്ണടിഞ്ഞുകൂടി കിടക്കുന്ന ഒരു പ്രദേശമാണ്. അടിയിൽ മണ്ണ് ധാരാളമായുണ്ട്. മണ്ണും പാറകളും എല്ലാം ഉണ്ട്. അത് മാറ്റി അവിടേക്ക് എത്തിച്ചേരണം. ഇന്ന് ഈ ദൗത്യത്തിന്റെ പ്രധാനപ്പെട്ട ഊന്നൽ എന്ന് പറയുന്നതും ഈ ഡ്രോൺ പരിശോധനയിൽ ചിത്രങ്ങൾ ലഭിച്ചതിന് ശേഷം നദിയുടെ അടിത്തട്ടിലുള്ള, കുത്തിയൊഴുകുന്ന ഗംഗാവാലി നദിയുടെ അടിത്തട്ടിലുള്ള അർജുന്റെ ലോറിയുടെ ക്യാബിനരികിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ്. ആ ക്യാബിനടുത്ത് എത്തിച്ചേർന്ന് ക്യാബിനിൽ അർജുൻ ഉണ്ടോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഇന്നത്തെ ദൗത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഘട്ടങ്ങൾ. അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് ഇപ്പോൾ പൂർത്തിയായിട്ടുള്ളത്. ഈ ഡ്രോൺ പരിശോധനയാണ് പൂർത്തിയായത്. അതിന്റെ റിസൾട്ട് വരുന്നതിനനുസരിച്ച് മുങ്ങൽ വിദഗ്ധർ അവിടേക്ക് ലോറിയുടെ അടുത്തേക്ക് പോകും. ഇപ്പോൾ തന്നെ 4 ഡിങ്കി ബോട്ടുകളിൽ ഈ നാവികസേനയുടെ ഉദ്യോഗസ്ഥർ നദിയുടെ പരപ്പിലുണ്ട്. അത് നമുക്ക് അവർ ഇടവേളകളിൽ നദിയുടെ ഒഴുക്കുൾപ്പെടെ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. കൃത്യമായ ഈ ഡ്രോൺ ചിത്രങ്ങൾ കൂടി ലഭിക്കുന്നതോടുകൂടി കൂടുതൽ സൗകര്യപ്രദമായ രീതിയിൽ, കുറച്ചുകൂടി ആയാസരഹിതമായി അവർക്ക് അവിടെ അവരുടെ പരിശോധനകൾ നടത്താൻ സാധിക്കുകയും ചെയ്യും. അതേസമയം തന്നെ 2 ബൂം യന്ത്രങ്ങൾ മണ്ണ് മാറ്റിയുള്ള പരിശോധന അവിടെ നടത്തുന്നുണ്ട്. പരമാവധി ഉള്ള മണ്ണ് മാറ്റുക, അതോടൊപ്പം തന്നെ ഈ റോഡിൽ നിന്നും നദിയും ചേരുന്ന ഭാഗത്ത് ഒരു പ്രത്യേക തരത്തിലുള്ള പ്രതലം രൂപപ്പെടുത്തി, അതായത് ഒരു ബ്രിഡ്ജ് മാതിരി രൂപപ്പെടുത്തി അവിടേക്ക് കുറച്ച് കൂടുതൽ ഈ സംവിധാനത്തിന് ഇറങ്ങി നിന്നുകൊണ്ട്, ബൂം എക്സ്കവേറ്റർക്ക് ഇറങ്ങി നിന്നുകൊണ്ട് മണ്ണ് മാന്താൻ കഴിയുമോ എന്നുള്ള പരിശോധന നടക്കുന്നുണ്ട്. അങ്ങനെയാണ് 2 ബൂം എക്സ്കവേറ്ററുകൾ മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഊർജിതമായി തന്നെ ഇപ്പോൾ ഈ ദൗത്യം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. അനുകൂല കാലാവസ്ഥയുള്ളത് കൊണ്ട് തന്നെ ഏറെ പ്രതീക്ഷയോടുകൂടി പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ടിന് വേണ്ടിയുള്ള കാത്തിരിപ്പിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത്. നീലിമ.